ഹലോ ഫ്രണ്ട്സ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സ്റ്റീം ബോയിലേഴ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റീം ടർബൈൻസിനെ കുറിച്ചാണ്. സ്റ്റീം ബോയിലറിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹൈ പ്രഷർ സ്റ്റീമിനെ മെക്കാനിക്കൽ എനർജിയാക്കി കൺവേർട്ട് ചെയ്യുന്നത് സ്റ്റീം ടർബൈനുകളാണ്. ഈ ടർബൈനുമായി കപ്പിൾ ചെയ്ത ജനറേറ്റർ വഴി നമുക്ക് ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. സ്റ്റീം ടർബൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൈം മൂവറാണ്. നമുക്ക് പറയാം, ഇൻ വിച്ച് ദ റോട്ടറി മോഷൻ ഈസ് ഒബ്റ്റെയിൻഡ് ബൈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ ഡയറക്ഷൻ ഓഫ് ഹൈ വെലോസിറ്റി ഓഫ് സ്റ്റീം ജെറ്റ്. നമ്മുടെ സ്റ്റീം ബോയിലറിൽ നിന്ന് ലഭിക്കുന്ന ഹൈ പ്രഷറിലുള്ള സ്റ്റീമിനെ കൈനറ്റിക് എനർജിയാക്കി കൺവേർട്ട് ചെയ്യുകയും അതിനെ വീണ്ടും മെക്കാനിക്കൽ എനർജിയാക്കി കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു സ്റ്റീം ടർബൈൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ടർബൈനകത്ത് രണ്ട് സ്റ്റേജസ് ആയിട്ടുള്ള എനർജി കൺവേർഷനാണ് നടക്കുന്നത്. ഒന്ന്, നമുക്ക് ലഭിക്കുന്ന ഹൈ പ്രഷറിലുള്ള ഹീറ്റ് എനർജിയെ നേരെ കൈനറ്റിക് എനർജിയാക്കി കൺവേർട്ട് ചെയ്യുന്നു ബൈ യൂസിങ് എ നോസിൽ. ദെൻ ഇറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു മെക്കാനിക്കൽ എനർജി. നമുക്ക് സ്റ്റീം ടർബൈൻ്റെ ക്ലാസിഫിക്കേഷൻസ് നോക്കാം. സ്റ്റീം ടർബൈനിനെ പല രീതിയിൽ നമുക്ക് തരംതിരിക്കാവുന്നതാണ്. അക്കോർഡിംഗ് ടു ആക്ഷൻ ഓഫ് സ്റ്റീം, ഇമ്പൾസ് ടർബൈൻ, റിയാക്ഷൻ ടർബൈൻ, ഇമ്പൾസ് റിയാക്ഷൻ ടർബൈൻ എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്നു. ഇതിൽ ഇമ്പൾസ് ടർബൈനും റിയാക്ഷൻ ടർബൈനുമാണ് നമ്മൾ കൂടുതലായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ ഡയറക്ഷൻ ഓഫ് സ്റ്റീം ഫ്ലോനെ ബേസ് ചെയ്ത് ആക്സിയൽ ഫ്ലോ ടർബൈൻസ്, റേഡിയൽ ഫ്ലോ ടർബൈൻസ്, മിക്സഡ് ഫ്ലോ ടർബൈൻസ്, ടാൻജൻഷ്യൽ ഫ്ലോ ടർബൈൻസ്, റീ എൻട്രി ടർബൈൻസ്, ഹെലിക്കൽ ഫ്ലോ ടർബൈൻസ് എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്നു. ദെൻ അക്കോർഡിംഗ് ടു സ്റ്റീം പ്രഷർ, ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ആസ് ഹൈ പ്രഷർ ടർബൈൻ, ലോ പ്രഷർ ടർബൈൻ ആൻഡ് ആൾസോ മീഡിയം പ്രഷർ ടർബൈൻ. ദെൻ അക്കോർഡിംഗ് ടു എക്സോസ്റ്റ് കണ്ടീഷൻ ഓഫ് സ്റ്റീം, പുറത്തേക്ക് വരുന്ന സ്റ്റീമിൻ്റെ കണ്ടീഷൻ ബേസ് ചെയ്തിട്ട് കണ്ടൻസിങ് ടർബൈൻ ആൻഡ് നോൺ കണ്ടൻസിങ് ടർബൈൻസ് എന്നിങ്ങനെ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. നമ്പർ ഓഫ് സ്റ്റേജസിനെ ബേസ് ചെയ്ത് സിംഗിൾ സ്റ്റേജ് ടർബൈൻ, മൾട്ടി സ്റ്റേജ് ടർബൈൻ എന്നിങ്ങനെ തരംതിരിക്കുന്നു. ദെൻ അക്കോർഡിംഗ് ടു അറേഞ്ച്മെൻറ്റ് ഓഫ് സ്റ്റീം ഫ്ലോ, സിംഗിൾ ഫ്ലോ ടർബൈൻ, ഡബിൾ ഫ്ലോ ടർബൈൻ ആൻഡ് കോമ്പൗണ്ട് ഫ്ലോ ടർബൈൻ എന്നിങ്ങനെയാണ് പ്രധാനമായും സ്റ്റീം ടർബൈൻ്റെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഇതിൽ നമുക്ക് കൂടുതലായിട്ടും ഡിസ്കസ് ചെയ്യാനുള്ളത് അക്കോർഡിംഗ് ടു ആക്ഷൻ ഓഫ് സ്റ്റീമിനെ ബേസ് ചെയ്ത് വരുന്ന ഇമ്പൾസ് ടർബൈനെയും അതുപോലെ തന്നെ റിയാക്ഷൻ ടർബൈനെ കുറിച്ചുമാണ് നമുക്ക് സിലബസിൽ കൂടുതലായിട്ടും ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ നമുക്ക് ഒരു ഇമ്പൾസ് ടർബൈൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണെന്ന് നോക്കാം. ഒരു ഇമ്പൾസ് സ്റ്റീം ടർബൈനകത്ത് പ്രധാനമായും ഉണ്ടായിരിക്കുന്ന ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഒരു കേസിംഗ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഒരു സ്റ്റേഷനറി നോസിൽ, ദെൻ ഒരു റോട്ടോറിൻ്റെ പെരിഫറിയിൽ ആയിട്ട് കുറേ നമ്പർ ഓഫ് ബക്കറ്റ്സ് പ്ലേസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇതാണ് ഒരു ഇമ്പൾസ് ടർബൈൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറയുന്നത്. ദെൻ അതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, വെൻ a steam passes through the stationary nozzle and is directed to at high velocity against the rotor buckets. The rotor bucket starts to rotate at high speed. നമ്മൾ കുട്ടിക്കാലത്ത് ചെറിയ സ്കൂളുകളൊക്കെ പഠിക്കുമ്പോൾ ജലചക്രം നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ടാപ്പിനകത്ത് കൂടെ വെള്ളം വരുമ്പോൾ അതിനകത്തൊരു പ്ലാസ്റ്റിക് ബോട്ടിൽ കട്ട് ചെയ്ത് അത് ഒരു ഈർക്കിളിയുടെ മുകളിൽ കോർത്ത് ആരോ വാട്ടർ വരുന്ന ഫ്ലോ ഡയറക്ഷനിൽ വെച്ച് കഴിഞ്ഞാൽ അത് ആ ചക്രം തിരിയുന്നതായിട്ട് കാണാൻ സാധിക്കും. ഈ പ്രിൻസിപ്പിൾ ഉപയോഗമാണ് നമ്മൾ പണ്ട് പാടത്ത് വെള്ളം തേവാൻ ഉപയോഗിച്ചിരുന്ന ചക്രം എന്ന് പറയുന്നത്. അതേ സെയിം പ്രിൻസിപ്പിൾ തന്നെയാണ് ഒരു ഇമ്പൾസ് ടർബൈൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. അവിടെ ഉണ്ടാകുന്ന ഇമ്പൾസീവ് ഫോഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് റോട്ടോറിൻ്റെ റൊട്ടേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്പർ ഓഫ് കർവ്ഡ് ബ്ലേഡ്സ് ഒരു റോട്ടോറിൻ്റെ മുകളിൽ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ റോട്ടോർ ബക്കറ്റ്സിൻ്റെ മുകളിലേക്ക് ഒരു നോസിൽ ഉപയോഗിച്ച് ഹൈ വെലോസിറ്റിയിൽ സ്റ്റീമിനെ പാസ് ചെയ്യുമ്പോൾ
അതിൻ്റെ ആ ഒരു സ്ട്രൈക്കിംഗ് ഫോഴ്സ് അല്ലെങ്കിൽ ആ ഇമ്പിഞ്ചിങ് ഫോഴ്സിൻ്റെ ഫലമായി റോട്ടർ റൊട്ടേറ്റ് ചെയ്യുകയും ആ റൊട്ടേഷണൽ മോഷൻ ഔട്ട്പുട്ട് ഷാഫ്റ്റ് വഴി നമ്മൾ കണക്ട് ചെയ്ത ഒരു ജനറേറ്ററിലേക്ക് എത്തിക്കുകയും നമുക്ക് ആവശ്യമനുസരണം നമുക്ക് എനർജി അവിടെ ലഭിക്കുകയും ചെയ്യുന്നു. ഇതാണ് ഒരു ഇമ്പൾസ് ടർബൈൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. നമുക്കൊരു പ്രധാനപ്പെട്ട സ്റ്റീം ടർബൈൻ, അതായത് ഇമ്പൾസ് സ്റ്റീം ടർബൈൻ നോക്കാം. ഡി ലെവൽ ഇമ്പൾസ് ടർബൈൻ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പറഞ്ഞു പ്രധാനപ്പെട്ട 3 ഭാഗങ്ങളാണുള്ളത് ഒരു ഇമ്പൾസ് ടർബൈനകത്ത്. ഒന്ന് നോസിൽ, രണ്ടാമത്തത് റണ്ണർ വിത്ത് ബക്കറ്റ്സ് അല്ലെങ്കിൽ ബ്ലേഡ്സ് അല്ലെങ്കിൽ വെയിൻസ് എന്നൊക്കെ നമ്മൾ പറയും. മൂന്നാമത്തത് ഒരു എയർ ടൈറ്റ് കേസിംഗ്. ഇതാണ് ഒരു സ്റ്റീം ടർബൈൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ നോസിൽ വഴി ഈ ഫിഗറിനകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതാണ് നോസിലിൻ്റെ ഒരു സെക്ഷൻഡ് വ്യൂ ആണ്. ഈ നോസിൽ വഴി ഹൈ പ്രഷറിലുള്ള സ്റ്റീം നോസിലിനകത്തേക്ക് എൻട്രി ചെയ്യുകയും നോസിലിനകത്ത് വെച്ച് ഈ ഹൈ പ്രഷറിനെ ഹൈ കൈനറ്റിക് എനർജിയാക്കി കൺവേർട്ട് ചെയ്യുകയും ചെയ്യുന്നു. നോസിലിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് പ്രഷർ എനർജിയെ കൈനറ്റിക് എനർജിയാക്കി കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇങ്ങനെ നോസിൽ വഴി വരുന്ന ഹൈ കൈനറ്റിക് എനർജിയിലുള്ള സ്റ്റീം നേരെ ബക്കറ്റ്സിൻ്റെ പെരിഫറിയിൽ പോയി ആക്ട് ചെയ്യുകയും അതിൻ്റെ ഫലമായി റോട്ടോറിൽ പ്ലേസ് ചെയ്തിട്ടുള്ള ബക്കറ്റ്സ് റോട്ടോറും ചേർന്നിട്ടുള്ള യൂണിറ്റ് അവിടെ റൊട്ടേറ്റ് ചെയ്യാൻ ആരംഭിക്കുകയും ചെയ്യും. ഈ റൊട്ടേഷണൽ മോഷൻ നമ്മൾ ഔട്ട്പുട്ട് ഷാഫ്റ്റ് വഴി പുറത്തേക്ക് എടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിനകത്ത് നോസിൽ നമ്മൾ പ്ലേസ് ചെയ്യുന്നത് ഈ ഒരു ടർബൈൻ്റെ കേസിങ്ങിൻ്റെ മുകളിലായിരിക്കും. വിത്ത് ആൻ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ ഓഫ് 20 ഡിഗ്രി ടു ദ ടാൻജൻറ്റ് ഓഫ് ദ വീൽ ടാൻജൻറ്റിന് 20 ഡിഗ്രി ചെരിച്ചിട്ടായിരിക്കും നോസിലിൻ്റെ പൊസിഷൻ. അങ്ങനെ വെക്കുമ്പോൾ നമുക്ക് ജെറ്റിൻ്റെ വെലോസിറ്റി അല്ലെങ്കിൽ മൂവ്മെൻറ്റ് നമുക്ക് കൃത്യമായി കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഇങ്ങനെയാണ് ഒരു ഇമ്പൾസ് ടർബൈൻ്റെ വർക്കിംഗ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ രണ്ടാമത് നമുക്ക് വരുന്ന ഒരു കേസാണ് വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് റിയാക്ഷൻ ടർബൈൻ. ഓക്കെ, നമുക്കൊരു റിയാക്ഷൻ ടർബൈൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണെന്ന് നോക്കാം. അക്കോർഡിംഗ് ടു ന്യൂട്ടൺസ് തേർഡ് ലോ, എവരി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ആ ഒരു പ്രവർത്തന തത്വം തന്നെയാണ് ഒരു റിയാക്ഷൻ ടർബൈനകത്തും നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് എ റിയാക്ഷൻ ടർബൈൻ ഡിപ്പെൻഡ് ഓൺ റിയാക്ഷൻ ഫോഴ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ സ്റ്റീം. അതായത് സ്റ്റീം പ്രൊഡ്യൂസ് ചെയ്യുന്ന റിയാക്ഷൻ ഫോഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മളൊരു ബലൂണിനകത്തൊക്കെ എയർ നിറച്ച് ജസ്റ്റ് റിലീസ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ ബലൂൺ മുകളിലേക്ക് മൂവ് ചെയ്യുന്നത് കാണാം. പകരം അതിനകത്ത് നിറച്ച എയർ പുറത്തേക്ക് തള്ളുന്നതിൻ്റെ ഫലമായിട്ടാണ് ബലൂൺ മുകളിലേക്ക് പോകുന്നത്. ഈ പ്രിൻസിപ്പിൾ തന്നെയാണ് ജെറ്റ് പ്രൊപ്പൽഷൻ, റോക്കറ്റുകളും ജെറ്റും ഒക്കെ മൂവ് ചെയ്യുന്ന പ്രൊപ്പൽഷൻ. അതുപോലെ നമ്മൾ ഗാർഡനിൽ ഉപയോഗിക്കുന്ന സ്പ്രിംഗ്ലർ, വെള്ളം സ്പ്രേ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്പ്രിംഗ്ലർ, ഇതെല്ലാം ഈ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിളിൻ്റെ എക്സാമ്പിൾസാണ്. നമുക്കറിയാം, ഏത് ഡയറക്ഷനിലാണോ ഇപ്പോൾ ഒരു വാട്ടർ സ്പ്രിംഗ്ലർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ വാട്ടർ സ്പ്രേ ചെയ്യുന്ന ഡയറക്ഷന് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും ഈ സാധനം റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഇതാണ് ഒരു റിയാക്ഷൻ ടർബൈൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. സോ നമുക്കൊരു പാരിസൺ റിയാക്ഷൻ ടർബൈൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് അതിൻ്റെ ഒരു കറസ്പോണ്ടിങ് ഫിഗർ നൽകിയിട്ടുണ്ട്. ഈ ഫിഗർ എന്ന് പറയുന്നത് അതിൻ്റെ കറസ്പോണ്ടിങ് ക്രോസ് സെക്ഷണൽ വ്യൂ ആണ്. തൊട്ട് താഴത്തെ ഒരു ഫിഗർ കാണിച്ചിട്ടുണ്ട്. ഈ ഫിഗർ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഹാഫ് സെക്ഷണൽ വ്യൂ ആണ്. അതായത് ഒരു ടോപ്പ് ഹാഫ് കട്ട് ചെയ്ത് ആ ഒരു ഭാഗം മാത്രമേ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളൂ, സെക്കൻഡ് ഡ്രോയിങ്ങിനകത്ത് കാണിച്ചിട്ടുള്ളൂ. കാരണം ആ ബ്ലേഡ്സ്, ഫിക്സഡ് ബ്ലേഡ്സ്, മൂവിങ് ബ്ലേഡ്സ് കൃത്യമായി കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു സൂം ചെയ്ത സെക്ഷൻ വ്യൂ അവിടെ കാണിച്ചത്. ഓക്കെ, അപ്പോൾ ഇതിനകത്തുള്ള ഒരു പ്രധാന ഭാഗങ്ങൾ എന്ന് പറയുന്നത്, ഒരു റിയാക്ഷൻ ടർബൈൻ്റെ പ്രധാന ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഒരു റോട്ടോറും അതുപോലെ തന്നെ കേസിങ്ങും, ആ കേസിങ്ങിനകത്ത് കുറച്ച് ഫിക്സഡ് ബ്ലേഡുകളും റോട്ടോറിനകത്ത് കുറച്ച് മൂവിങ് ബ്ലേഡ്സുകളും ഉണ്ടായിരിക്കും. ഓക്കെ,
ഇതിൻ്റെ ഫിക്സഡ് ബ്ലേഡ്സ് അതിന് നമ്മൾ പറയുന്ന മറ്റു പേരാണ് ഗേറ്റ് ബ്ലേഡ്സ് എന്നും പറയും. അപ്പോൾ ഫിക്സഡ് ബ്ലേഡ്സ് അല്ലെങ്കിൽ ഗേറ്റ് ബ്ലേഡ്സ് ഇൻറ്റേർണൽ പെരിഫറിയിലായിട്ട് സ്റ്റേഷനറി കേസിൻ്റെ ഇൻറ്റേർണൽ പെരിഫറിയിലായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. സിമിലർലി മൂവിങ് ബ്ലേഡ്സ് റോട്ടോറിൻ്റെ മുകളിലായിരിക്കും ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കുക. നമ്മൾ ടർബൈനകത്തേക്ക് സൂപ്പർ ഹീറ്റഡ് സ്റ്റീം പാസ് ചെയ്യുന്ന സമയത്ത് ആൾട്ടർനേറ്റീവ്ലി അത് ഫിക്സഡ് ബ്ലേഡ്സിലും മൂവിങ് ബ്ലേഡ്സിലും പോയി സ്ട്രൈക്ക് ചെയ്യുകയും ഫിക്സഡ് ബ്ലേഡ്സിനകത്ത് സ്ട്രൈക്ക് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഉണ്ടാവുന്ന പ്രഷർ എനർജി കൈനറ്റിക് എനർജിയായി കൺവേർട്ട് ചെയ്യുകയും ആ കൈനറ്റിക് എനർജി നേരെ മൂവിങ് ബ്ലേഡിന് മുകളിൽ ആക്ട് ചെയ്യുകയും അവിടെ റോട്ടർ റൊട്ടേറ്റ് ചെയ്യുകയും ചെയ്യും. അഗെയിൻ നെക്സ്റ്റ് ഫിക്സഡ് ബ്ലേഡിനകത്ത് സ്ട്രൈക്ക് ചെയ്യുന്ന സമയത്ത് വീണ്ടും അവിടെ ഉണ്ടാവുന്ന പ്രഷർ എനർജീനെ കൺവേർട്ട് ചെയ്ത് കൈനറ്റിക് എനർജിയായി കൺവേർട്ട് ചെയ്യുകയും ആ കൈനറ്റിക് എനർജിയുടെ ഫലമായി നെക്സ്റ്റ് മൂവിങ് ബ്ലേഡിനെ റൊട്ടേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സീക്വൻസിൽ മൂവിങ് ബ്ലേഡുകളും ഫിക്സഡ് ബ്ലേഡുകളും വെക്കുന്നത് കൊണ്ട് നമുക്ക് അവിടെ നല്ലൊരു മെക്കാനിക്കൽ എനർജി ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇതാണ് ഒരു പാരിസൺ റിയാക്ഷൻ ടർബൈൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരു സ്കിമാറ്റിക് ഡയഗ്രമാണിത്, ഒരു റിയാക്ഷൻ ടർബൈൻ്റെ. ഇപ്പോൾ ബോയിലറിനകത്ത് നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹൈ പ്രഷറിലുള്ള സ്റ്റീം നേരെ ടർബൈനിലേക്ക് വരുന്നതാണ് കാണിച്ചിട്ടുള്ളത്. കണ്ടോ, ബോയിലർ എന്നുള്ള സ്റ്റീം നേരെ ഇവിടെ നിന്ന് നേരെ എന്ത് ചെയ്യുന്നുണ്ട്, കളക്ട് ചെയ്ത്, ഇത് വാട്ടറാണ്, ഇത് സ്റ്റീമാണ്. ഈ സ്റ്റീം നേരെ ടർബൈനിലേക്ക് വരുന്നു. ടർബൈൻ റണ്ണ് ചെയ്തതിന് ശേഷം സ്റ്റീം വീണ്ടും കണ്ടൻസ് ആവുന്നു. കണ്ടൻസ് ചെയ്ത് വിഗെയിൻ എന്ത് ചെയ്യുന്നുണ്ട്, അത് ലൂപ്പ് വീണ്ടും ആ ഒരു സൈക്ലിക് പ്രോസസ്സ് വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നു. ഇതാണ് ഒരു ബോയിലർ വിത്ത് ടർബൈൻ, അതിൻ്റെ കൂടെ തന്നെ ഒരു ജനറേറ്റർ അസംബ്ലി. ഓക്കെ, ഇതാണ് ടോട്ടൽ ഒരു പവർ പ്ലാന്റ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊരു സ്റ്റീം പവർ പ്ലാന്റിൻ്റെ സ്കിമാറ്റിക് റെപ്രസെൻറ്റേഷനാണ്. ഓക്കെ, ഇനി നമുക്ക് ഇമ്പൾസ് ടർബൈനും അതുപോലെ തന്നെ റിയാക്ഷൻ ടർബൈനും തമ്മിലുള്ള കമ്പാരിസൺ നോക്കാം. ഇമ്പൾസ് ടർബൈൻ്റെ കേസിനകത്ത് സ്റ്റീം എക്സ്പാൻഡ്സ് കംപ്ലീറ്റ്ലി ഇൻ ദ നോസിൽ ആൻഡ് ഫ്ലോസ് ഓവർ ദ ബ്ലേഡ്സ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷറിലായിരിക്കും ബ്ലേഡ്സിൻ്റെ മുകളിലൂടെ മൂവ് ചെയ്യുന്നത്. പക്ഷേ ഇൻ ദ കേസ് ഓഫ് റിയാക്ഷൻ ടർബൈൻ സ്റ്റീം എക്സ്പാൻഡ്സ് പാർഷ്യലി ഇൻ ദ നോസിൽ ആൻഡ് ഓൺ ദ ബ്ലേഡ്സ്. നമുക്കറിയാം സ്റ്റീം നോസിലിനകത്ത് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. സിമിലർലി മൂവിങ് ബ്ലേഡിലും ഫിക്സഡ് ബ്ലേഡിനകത്തുമ്പോൾ അവിടെയും അതിനകത്ത് ഒരു എക്സ്പാൻഷൻ പ്രോസസ് നടക്കുന്നുണ്ട്. രണ്ടാമത്തെ കേസ് പറയുന്നത് സ്റ്റീം മേ ഓർ മേ നോട്ട് ബി അഡ്മിറ്റഡ് ഓവർ ദ വോൾ സർക്കംഫറൻസ്. മുഴുവനായിട്ടുള്ള സർക്കംഫറൻസിലേക്കും എത്തിക്കൊള്ളണമെന്നില്ല. കാരണം നമുക്കറിയാം ഇമ്പൾസ് ടർബൈനകത്ത് ജെറ്റ് റോട്ടോറിൻ്റെ അല്ലെങ്കിൽ ബക്കറ്റ്സിൻ്റെ ഏതെങ്കിലും ഒരു ബക്കറ്റിൻ്റെ മുകളിലോ രണ്ട് ബക്കറ്റിൻ്റെ മുകളിലോ സ്ട്രൈക്ക് ചെയ്യത്തുള്ളൂ. പക്ഷേ റിയാക്ഷൻ ടർബൈൻ്റെ കേസിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ പാസ് ചെയ്യുന്ന സ്റ്റീം എല്ലാ റോട്ടോഴ്സിൻ്റെ അല്ലെങ്കിൽ മൂവിങ് ബ്ലേഡ്സിനെയും ഫിക്സഡ് ബ്ലേഡ്സിനെയും സ്ട്രൈക്ക് ചെയ്തുകൊണ്ടാണ് മൂവ് ചെയ്യുന്നത്. സോ ഇൻ ദ കേസ് ഓഫ് റിയാക്ഷൻ ടർബൈൻ സ്റ്റീം മസ്റ്റ് ബി അഡ്മിറ്റഡ് ഓവർ ദ വേൾ സർക്കംഫറൻസ്. ദെൻ തേർഡ് കണ്ടീഷൻ പറയുന്നത് ഓൺലി കൈനറ്റിക് എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു മെക്കാനിക്കൽ എനർജി. അതായത് ഇമ്പൾസ് ടർബൈൻ്റെ കേസിനകത്ത് നോസിലൂടെ ഉണ്ടാകുന്ന കൈനറ്റിക് എനർജി മാത്രമേ എന്തായിട്ട് മാറുന്നുള്ളൂ, മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറുന്നുള്ളൂ. പക്ഷേ റിയാക്ഷൻ ടർബൈൻ്റെ കേസിനകത്ത് ഫിക്സഡ് ബ്ലേഡുകളും മൂവിങ് ബ്ലേഡുകളും ആക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ കൈനറ്റിക് എനർജിയും പ്രഷർ എനർജിയും മെക്കാനിക്കൽ എനർജിയായി കൺവേർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ദെൻ ഇൻ കേസ് ഓഫ് ഇമ്പൾസ് ടർബൈൻ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് ദ സ്റ്റീം ടു ദ ബ്ലേഡ് remaining almost constant or slightly reduced due to the friction in the impulse turbine. അതായത് റിലേറ്റീവ് വെലോസിറ്റി ഇമ്പൾസ് ടർബൈനിൽ ആൾമോസ്റ്റ് കോൺസ്റ്റൻ്റ് ആണ്. പക്ഷേ റിയാക്ഷൻ ടർബൈനകത്ത് അത് ചെറുതായിട്ട് വേരിയേഷൻ സംഭവിക്കുന്നുണ്ട്. കാരണം റിയാക്ഷൻ ടർബൈനകത്ത് നമ്മൾ മൂവിങ് ബ്ലേഡുകളും ഫിക്സിംഗ് ബ്ലേഡുകളും അതുപോലെ തന്നെ ഏരിയ കണ്ടിന്യൂസ്ലി വേരി ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് അതിനകത്തുണ്ടാവുന്ന സ്റ്റീമിൻ്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് വേരി ചെയ്യുന്നുണ്ട്. ദെൻ ഇൻ കേസ് ഓഫ് ഇമ്പൾസ് ടർബൈൻ ബ്ലേഡ്സ് ആർ സിമെട്രിക്കൽ ആൻഡ് ആർ പ്ലേറ്റ് ഓർ പ്രൊഫൈൽ ടൈപ്പ്. ഇമ്പൾസ് ടർബൈനകത്ത് സിമെട്രിക്കൽ ബ്ലേഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ
റിയാക്ഷൻ ടർബൈനകത്ത് സിമെട്രിക്കൽ അല്ലാത്ത പ്രൊഫൈലുകളാണ്, എയറോഫോയിൽ സ്ട്രക്ചറാണ് നമ്മളവിടെ ഉപയോഗിക്കുന്നത്. ദെൻ ഇമ്പൾസ് ടർബൈനകത്ത് സെയിം പ്രഷർ റിമെയിൻ കോൺസ്റ്റൻറ്റ് ഡ്യൂറിങ് ഇറ്റ്സ് ഫ്ലോ ത്രൂ ദ റോട്ടർ ബ്ലേഡിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് പ്രഷർ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. പക്ഷേ റിയാക്ഷൻ ടർബൈനിൽ പ്രഷർ എന്ന് പറയുന്നത് വേരി ചെയ്തിരിക്കും. കാരണം ഇടയിലായിട്ട് എന്തുണ്ട്, ഫിക്സഡ് ബ്ലേഡുകളും മൂവിങ് ബ്ലേഡുകളും സൈമൾട്ടേനിയസ് ആയിട്ട് അവിടെ ആക്ട് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അതിന് ആക്ട് ചെയ്യുന്ന പ്രഷറിനകത്ത് സ്ലൈറ്റ് വേരിയേഷൻ സംഭവിക്കുന്നുണ്ട്. Then next we are going to discuss advantages of steam turbine over steam engine. കഴിഞ്ഞൊരു വീഡിയോയ്ക്കകത്ത് നമ്മൾ എൻജിൻസിൻ്റെ കേസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്റ്റീം എൻജിൻ്റെ കേസ് പറഞ്ഞിരുന്നു. സോ ഒരു സ്റ്റീം ടർബൈനും സ്റ്റീം എൻജിനും തമ്മിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ സ്റ്റീം ടർബൈൻ്റെ അഡ്വാൻറ്റേജസ് എന്തെല്ലാമാണ് എന്നുള്ളതാണ് നോക്കുന്നത്. ഒന്നാമത് പറയുന്നത് സ്റ്റീം ടർബൈന് തെർമൽ എഫിഷ്യൻസി ഈസ് മച്ച് ഹയർ. ടർബൈൻ്റെ തെർമൽ എഫിഷ്യൻസി വളരെ കൂടുതലാണ്. ദെൻ ആസ് ദർ ഈസ് നോ റെസിപ്രോക്കേറ്റിംഗ് പാർട്സ് പ്രിഫേർഡ് ബാലൻസിങ് ഈസ് പോസിബിൾ ആൻഡ് ദെർഫോർ ഹെവി ഫൗണ്ടേഷൻ ഈസ് നോട്ട് റിക്വേർഡ്. ഒരു സ്റ്റീം എൻജിൻ്റെ കേസിനകത്താണെങ്കിൽ അതിനകത്ത് പിസ്റ്റൺ, സിലിണ്ടർ, വാൾ മെക്കാനിസം, കണക്റ്റിംഗ് റോഡ്, ക്രാങ്ക്, അങ്ങനെ ഒരുപാട് മൂവിങ് പാർട്സ് ഉണ്ട്. പക്ഷേ ടർബൈൻ്റെ കേസിനകത്ത് അത്തരം പാർട്സുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അതിന് സൈസ് കുറവായിരിക്കും. സോ ഫൗണ്ടേഷൻ അത്ര ഒരു മാൻഡേറ്ററി അല്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ലെസ് ഫ്ലോർ സ്പേസ് മതി. ദെൻ ഹയർ ആൻഡ് ഗ്രേറ്റർ റേഞ്ച് ഓഫ് സ്പീഡ് ഈസ് പോസിബിൾ. ദെൻ ഫോർത്ത് വൺ, lubrication is very simple as there are no rubbing or moving parts. അതായത് ആസ് കമ്പയർ ടു സ്റ്റീം എഞ്ചിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സ്റ്റീം ടർബൈൻസിനകത്ത് മൂവിങ് പാർട്സുകൾ കുറവാണ്, റബ്ബിംഗ് പാർട്സുകൾ ഒട്ടും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ ലൂബ്രിക്കേഷൻ എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. ദ പവർ ജനറേഷൻ ഈസ് അറ്റ് യൂണിഫോം റേറ്റ് ആൻഡ് ഹെൻസ് നോ ഫ്ലൈ വീൽ ഈസ് റിക്വേർഡ്. ടർബൈനകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ എന്ന് പറയുന്നത് യൂണിഫോം ആണ്. അതുകൊണ്ട് തന്നെ അതിനകത്ത് പവർ ഫ്ലൈ വീലിൻ്റെ ആവശ്യമില്ല. പക്ഷേ എൻജിനകത്ത് പവർ സ്ട്രോക്കിനകത്താണ് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ബാക്കിയുള്ള സ്ട്രോക്കുകളെല്ലാം പവർ ജനറേഷൻ നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അതിനകത്ത് എനർജി സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടി ഒരു ഫ്ലൈ വീൽ മാൻഡേറ്ററി ആണ്. ദെൻ ദ സ്റ്റീം കൺസപ്ഷൻ റേറ്റ് ഈസ് ലെസ്സർ, മോർ കോമ്പാക്റ്റ് ആൻഡ് റിക്വയർ ലെസ് അറ്റൻഷൻ ഡ്യൂറിങ് ഓപ്പറേഷൻ. ഓൾറെഡി നമ്മൾ പറഞ്ഞു സൈസ് എന്ന് പറയുന്നത് കുറവാണ്. ദെൻ മോർ സ്യൂട്ടബിൾ ഫോർ പവർ പ്ലാന്റുകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഏറ്റവും സ്യൂട്ടബിൾ സ്റ്റീം ടർബൈനുകളാണ്. ദെൻ ലെസ് മെയിൻ്റനൻസ് കോസ്റ്റ്, കൺസ്ട്രക്ഷൻ കോസ്റ്റ് ആൻഡ് ഓപ്പറേഷൻ ഈസ് ഹൈലി സിംപ്ലിഫൈഡ് ഡ്യൂ ടു ആബ്സെൻസ് ഓഫ് പാർട്സ് ലൈക്ക് പിസ്റ്റൺ റോഡ്, കണക്റ്റിംഗ് റോഡ്, ക്രാങ്ക് ഷാഫ്റ്റ് എക്സെട്ര. അപ്പോൾ ഇത്തരം പാർട്സുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതിൻ്റെ മെയിൻ്റെനൻസും കൺസ്ട്രക്ഷനും എല്ലാം സിമ്പിളാണ്. കൺസിഡറബിൾ ഓവർലോഡ് ക്യാൻ ബി ക്യാരിയഡ് at the expense of slight reduction in overall efficiency. ഓക്കെ, ലോഡിൻ്റെ കേസിനകത്തും അതുപോലെ തന്നെ റിഡക്ഷൻ ഇൻ ഓവറോൾ എഫിഷ്യൻസിയും നമുക്ക് കുറവാണ്. സോ ഇതെല്ലാമാണ് ഒരു സ്റ്റീം ടർബൈൻ്റെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജസ് സ്റ്റീം ടർബൈൻ്റെ അഡ്വാൻറ്റേജസ് ആസ് കമ്പയർ ടു സ്റ്റീം എൻജിൻ. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ടോപ്പിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.